ശക്തന്റെ തട്ടകത്തിൽ പൂരങ്ങളുടെ പൂരം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടംപേറ്റി തെക്കേ ഗോപുരനട വഴി പുറത്തേക്ക് ഇറങ്ങി. ഘടകപൂരങ്ങൾ ഓരോന്നായി വടക്കുന്നാഥനെ വണങ്ങി ഇറങ്ങുന്നു. കൂടുതൽ വിവരങ്ങളുമായി തെക്കിങ്കാട് നിന്ന് ഹരീഷ് നാരായൺ ചേരുകയാണ്. ഹരീഷ്, ഘടകപൂരങ്ങളൊക്കെ വന്നു കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങിത്തുടങ്ങി എല്ലാവരും. ഇനിയിപ്പോൾ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് മടത്തിൽ വരവ് പഞ്ചവാദ്യം തന്നെയാണ് അല്ലെ? 11:30-ക്കല്ലേ മടത്തിൽ വരവ് പഞ്ചവാദ്യം? തീർച്ചയായും ഈ ആദ്യമായി പറയാനുള്ളത് തൃശ്ശൂർ പൂരത്തെ വരവേറ്റിരിക്കുന്നു ആളുകൾ എന്നുള്ളതാണ്. കാരണം നമ്മൾ രാവിലെ കണ്ട ആ ഒരു അതായത് ആളുകൾ വളരെ കുറവുള്ള ഒരു സമയമായിരുന്നു രാവിലെ. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആശങ്ക തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ ആളുകൾ കുറയുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് തുടങ്ങിയതോടുകൂടി തന്നെ ആളുകൾ എത്തി. പ്രത്യേകിച്ചും ഈ ചെമ്പൂക്കാവിന്റെ തിടമ്പെടുത്ത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയപ്പോൾ വലിയ ആരവങ്ങളോടെയാണ് ആളുകൾ സ്വീകരിച്ചത്. നിരവധി ആനപ്രേമികളാണ് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ചുറ്റും ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ആ പൂര ആവേശം കൊടിമുടി കയറി എന്ന് വേണം പറയാൻ. ആവേശം അത്രത്തോളം അലയടിച്ചു. ആ ആവേശം, അതായത് എല്ലാ പൂരങ്ങളിലും നമുക്ക് ലഭിക്കുന്ന ആവേശം ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ അവിടെ നിന്നും വടക്കുന്നാഥ ക്ഷേത്രത്തിന് അകത്തേക്ക് കയറി അകത്തെ മേളത്തിന്റെ സമയത്തും നിരവധി ആളുകളാണ് ഈ ചെമ്പുക്കാവ് എഴുന്നള്ളിപ്പിനുണ്ടായിരുന്നത്. അതിനുശേഷം പുറത്തേക്ക് തെക്കേ നട വഴി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറത്തേക്ക് എത്തിയപ്പോൾ വലിയ ആരവമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. വലിയ ജനക്കൂട്ടമാണ് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായി കാണാൻ സാധിച്ചത്. അത് വലിയൊരു ശുഭപ്രതീക്ഷയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിലാണ് പൂരം നടക്കുന്നത്. ഈ അപകടം നടന്ന സാഹചര്യത്തിലാണ് പൂരം നടക്കുന്നത്. പ്രധാന ചടങ്ങുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൂരം നടക്കുന്നു. വെടിക്കെട്ട് ഒഴിവാക്കുന്നു. കുടമാറ്റത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുന്നു. അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാവും, ഈ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു കുറവ് ഉണ്ടാകുമെന്ന്. പക്ഷെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള കുറവൊന്നും നമുക്കിവിടെ കാണാൻ സാധിച്ചില്ല. അത്യാവശ്യം തിരക്ക് ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ചും ഈ ചടങ്ങുകൾ നടക്കുന്ന പ്രദേശങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ വലിയ ആരവമാണ്, വലിയ ജനക്കൂട്ടമാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാവുന്നത്. ഇനി പാറമേക്കാവിൽ നിന്ന് ഇന്ന് 12 മണിക്ക് എഴുന്നള്ളിപ്പുണ്ട്. ചെമ്പടമേളത്തിന്റെ അകമ്പടിയായി ഉച്ചയ്ക്ക് 2-ന് വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് എത്തിയാലാണ് കിഴക്കൂട്ട് അനിയന്മാരുടെ ഈ പ്രമാണത്തിലുള്ള ഇലഞ്ഞിത്തറ മേളം ഉണ്ടാവുക. അതിനുശേഷം വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ പടിഞ്ഞാറെ ഗോപുരനടയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ഇലഞ്ഞിമരത്തിന് ശേഷം, ഈ ഇലഞ്ഞിമരത്തിന് സമീപമാണ് ഈ ഒരു മേളം നടക്കുന്നത്. അതിനുശേഷമാണ് ഈ തെക്കോട്ടിറക്കം എന്നുള്ള പ്രധാന ചടങ്ങ്. തെക്കോട്ടിറക്കം നമുക്കറിയാം, ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഈ ആനകൾ 15ഓളം വരുന്ന ആനകൾ ഇരു ദേവസ്വത്തിനും ഈ 15ഓളം വരുന്ന ആനകൾ, മൊത്തം 30 ആനകൾ ഈ ഒരു തെക്കോട്ട് ഇറങ്ങി 2 ഭാഗങ്ങളിലായി മുഖാമുഖം നിൽക്കുന്നു. അതിനുശേഷമാണ് വർണ്ണശബളമായ കുടമാറ്റം നടക്കുന്നത്. കുടമാറ്റം ദൈർഘ്യം കുറവാണെങ്കിൽ പോലും അതിൽ പ്രധാന കുടകൾ എന്തായാലും അണിനിരത്തുമെന്ന് ദേവസ്വങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പണ്ട് ഈ സാധാരണ രീതിയിൽ ഈ കുടമാറ്റത്തിനൊക്കെ വലിയ സസ്പെൻസുകളാണ്. ഏത് കുടകളാണ് അടുത്തതായി ഉയരാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷയിലായിരിക്കും ഓരോ പൂരപ്രേമിയും ഉണ്ടാവുക. പക്ഷെ ഇത്തവണ വലിയ ദൈർഘ്യം ഉണ്ടാവില്ല. എങ്കിൽ പോലും പ്രധാന കുടകൾ, അതായത് ആകർഷണീയമായ കുടകൾ ഉയർത്തി അത് ആ ചടങ്ങ് അതിന്റെ പരിപൂർണതയിൽ എത്തിക്കാൻ ശ്രമിക്കുമെന്നുള്ളൊരു കാര്യമാണ് ദേവസ്വങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയായിരിക്കും. എന്തായാലും അതോടൊപ്പം ഈ അടുത്തതായി പ്രധാനമായി പറയാനുള്ളത് മടത്തിൽ വരവ് പഞ്ചവാദ്യമാണ്. മടത്തിൽ വരവ് പഞ്ചവാദ്യം കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിലുള്ള മടത്തിൽ വരവ് പഞ്ചവാദ്യം പ്രസിദ്ധമാണ് തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച്. ദേവി മഠത്തിലേക്ക് എഴുന്നള്ളുന്ന, നടുവിൽ മഠത്തിലേക്ക് എഴുന്നള്ളുന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷം ഈ നടുവിൽ മഠത്തിലെത്തി കോലം ഇറക്കി അവിടെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. അതിൽ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളും. അതിനുശേഷം ഈ വൈകിട്ടോടുകൂടി വീണ്ടും മഠത്തിലേക്ക് വന്ന ദേവിയുടെ, തിരുവമ്പാടി ദേവിയുടെ ആറാട്ടൊക്കെ മഠത്തിൽ നടക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രധാന ചടങ്ങുകളാണ് പൂരത്തിന്റെ. ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ചടങ്ങുകളാണ്. അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ തന്നെ കൃത്യമായി നടക്കുന്നുണ്ട്. മടത്തിൽ വരവ് പഞ്ചവാദ്യം, അതിനുശേഷം ഇലഞ്ഞിത്തറ മേളം, ഈ തെക്കോട്ടിറക്കം, അതിനുശേഷം കുടമാറ്റത്തിന്റെ ദൈർഘ്യം കുറവാണെങ്കിലും അതും കൃത്യസമയത്ത് തന്നെ നടത്താനാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആ പൂരം ആകെത്തുകയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരക്ക് കുറവ് നമുക്ക് അനുഭവപ്പെടുന്നില്ല. ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നത്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജനനിബിഡമായിരുന്നു. ഇവിടെ ജനസാഗരമാണ് ഈ ഒരു തേക്കിൻകാട് മൈതാനിയിൽ കാണാൻ സാധിച്ചത്. പക്ഷേ ഈ പൂരമാവുമ്പോഴേക്കും ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ ഒരു ജനത്തിരക്ക് കുറയുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള
കുറവില്ല എന്ന് തന്നെ വേണം പറയാൻ. ആളുകൾ പൂരം ഏറ്റെടുത്ത പൂരത്തിന്റെ ആവേശമൊക്കെ കഴിഞ്ഞ ദിവസം പൂര വിളംബരം മുതൽ നമ്മൾ കാണുന്നതാണ്. ഇന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പൂക്കാവിന്റെ തിടമ്പേന്തി എത്തിയപ്പോഴും ആ ഒരു ആവേശത്തിന് ഒട്ടും കുറവില്ല, തെല്ലും കുറവില്ലാതെ തന്നെ ആളുകൾ ആവേശം കാണിച്ചു. അത് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നു, പൂരപ്രേമികൾ അത് ഏറ്റെടുത്തിരിക്കുന്നു. എന്തായാലും ഇനി വരുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ അത് ഈ പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും ഒക്കെ അവരുടെ അത്തരത്തിൽ പഞ്ചവാദ്യവും മേളവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഈ ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവ ഒക്കെ. അതിനുശേഷമാണ് കുടമാറ്റം. എന്തായാലും വെടിക്കെട്ട് ഇത്തവണ ഇല്ല. ശരിക്കും ഈ പ്രധാന ദിവസം വൈകിട്ടോടുകൂടിയാണ് പ്രധാന വെടിക്കെട്ട് നടക്കേണ്ടത്. പക്ഷേ ഈ അപകടം നടന്ന പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. ഈ സാമ്പിൾ വെടിക്കെട്ടുകളും ഉണ്ടായിരുന്നില്ല, പ്രധാന വെടിക്കെട്ടുകളും ഇല്ല. ആ സമയത്ത് ഈ വെടിക്കെട്ട് നടക്കുന്ന മുഹൂർത്തത്തിൽ ഒരു കതിന പൊട്ടിച്ച് വെടിക്കെട്ടിന്റെ ഒരു സൂചനാത്മകമായ ഒരു കതിന പൊട്ടിക്കുമെന്നാണ് ഇരു ദേവസ്വം അറിയിച്ചത്. സാമ്പിൾ വെടിക്കെട്ടിന് സമാനമായ രീതിയിൽ ആ സമയത്ത് ആ മുഹൂർത്തത്തിൽ കതിന പൊട്ടിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെയായിരിക്കും ഈ പ്രധാന വെടിക്കെട്ടിന്റെ സമയത്തും ഇരു ദേവസ്വങ്ങളും സ്വീകരിക്കുക. അതോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾ കഴിഞ്ഞു. പിന്നീട് നാളെ അവസാന ദിവസമാണ്, ഈ ഒരു പൂരത്തിന്റെ അവസാന ദിനമാണ്. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്ന അവസാന ദിനം. അതോടുകൂടി ഈ വർഷത്തെ പൂരത്തിന് പരിസമാപ്തിയാകും. പിന്നീട് അടുത്ത വർഷത്തെ പൂരത്തിനുള്ള കാത്തിരിപ്പാണ്. എന്തായാലും ആകത്തുകയിൽ പൂരം ഒട്ടും ആവേശം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്യാവശ്യം ആവേശത്തോടു കൂടി തന്നെ ആളുകൾ ഏറ്റെടുത്തു. ഇപ്പോഴും പൂരപ്രേമികൾ ഈ കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട്, പൊടിപടലങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോഴും ഈ ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രത്യേകിച്ചും തൃശ്ശൂര് ഉഷ്ണതരംഗം ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വലിയ ചൂടാണ്. ഈ ചൂടിനെ, ഉച്ചച്ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ, പൂരപ്രേമികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന്റെ അത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ജനങ്ങൾ ഈ പൂരം ഏറ്റെടുത്തതിന്റെ. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊന്നും ആശങ്കയില്ല. എന്തായാലും ഇനിയും നിരവധി ചടങ്ങുകൾ നടക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ ഒട്ടേറെ ചടങ്ങുകൾ ഇനിയും നടക്കാനുണ്ട്. വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് പലതും ചുരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട ആചാരപരമായ ചടങ്ങുകളെല്ലാം അതുപോലെ തന്നെ നടക്കും. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൂരത്തിൻ്റെ അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് ചെറുപൂരങ്ങൾ തന്നെയാണ്. 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്ന് കണിമംഗലം ശാസ്താവ് മുതൽ തുടങ്ങി അങ്ങോട്ട് എത്തുന്ന ആ ചെറുപൂരങ്ങൾ, അവിടെയാണ് പൂരം ആരംഭിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. അത് ഒരു തരത്തിലൊരു ആശ്വാസകരം കൂടിയാണ്. ഇന്നലെയും ഒരു സംശയമുണ്ടായിരുന്നു, ആളുകൾ കുറയുമോ ഇത്തവണ പൂരത്തിന് എന്നൊരു സംശയവും പേടിയും ഒക്കെയുണ്ട്. അതൊരു ഭീതി തന്നെയാണ് പൂരപ്രേമികളുടെ ഉള്ളിലുണ്ടായിരുന്നത്. അത് പൂരവിളംബരത്തിൻ്റെ സമയത്ത് അത് മാറി, പതിവ് പോലെ ആളുകളുണ്ടായി. പിന്നീട് ഇന്നെങ്ങനെ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. അതും തീർന്നു കിട്ടിയിരിക്കുകയാണ്. ഈ 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ വടക്കുംനാഥ സന്നിധിയിൽ എത്തിയപ്പോൾ. അങ്ങനെയല്ലേ ഹരീഷേ? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ രാവിലെ നമ്മൾ എത്തിയ സമയത്ത് ഉറങ്ങിക്കിടന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് ആളും ആരവും ഇല്ലാതെ ഒരു തേക്കിൻകാട് മൈതാനം അല്ലെങ്കിൽ ഒരു തെക്കേ നടയാണ് രാവിലെ നമുക്ക് കാണാൻ സാധിച്ചത്. എങ്കിൽ ഈ ഘടക ക്ഷേത്രങ്ങളുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചതോടുകൂടി, പ്രത്യേകിച്ചും ചെമ്പൂക്കാവിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചതോടുകൂടി തന്നെ വലിയ ജനത്തിരക്ക് നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ആദ്യം നമുക്കറിയാം ശാസ്താവാണ് എഴുന്നള്ളുക. കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നു. അത് വളരെ നേരത്തെ തന്നെ എഴുന്നള്ളുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. ആ ഒരു ചരിത്രം, കണിമംഗലം ശാസ്താവ് ഇതയിലും മഴയും കൊള്ളാതെ ആദ്യം എത്തി, പിന്നീട് ഏറ്റവും അവസാനം മടങ്ങുന്നു. അങ്ങനെയാണ് ആ ഒരു ചരിത്രം. അതുകൊണ്ട് ആദ്യം എഴുന്നള്ളുന്ന എപ്പോഴും കണിമംഗലം ശാസ്താവും അതിനുശേഷം ചെമ്പൂക്കാവ് ഭഗവതിയാണ് എഴുന്നള്ളുന്നത്. ഈ ചെമ്പൂക്കാവിന്റെ തിടമ്പേറ്റി വന്നത് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആയതിനാൽ തന്നെ ആനപ്രേമികളുടെ വലിയ ഒരു ആരവം അല്ലെങ്കിൽ വലിയ ഒരു കൂട്ടം നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അതോടുകൂടി തന്നെ പൂരം ഓണായി എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ പൂരം അതിന്റെ ആവേശത്തിലേക്ക് എത്തി എന്ന് വേണം പറയാൻ. അതിനുശേഷം ഈ പനമുക്കുംപള്ളി ശാസ്താവ്, കാരമുക്ക് ഭഗവതി, ലാലൂർ ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, അയ്യന്തോൾ ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി എന്ന ക്രമത്തിൽ ഓരോ ഭഗവതിമാരായി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയപ്പോൾ ഭക്തിയോടൊപ്പം തന്നെ ആവേശവും അലതല്ലുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. ആനപ്രേമികളുടെ ഹരമായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആ നെറ്റിപ്പട്ടം കെട്ടി ആ മസ്തകം ഉയർത്തിക്കൊണ്ട് തലയെടുപ്പോടു കൂടി തന്നെ ഈ ചെമ്പൂക്കാവിന്റെ തിടമ്പേറ്റിയത് ഈ എല്ലാ പൂരങ്ങളിലെയും പോയത് ഈ പൂരങ്ങളിലും ഒട്ടും മറക്കാനാവാത്ത ദൃശ്യങ്ങളാണ് നമുക്ക് സമ്മാനിച്ചത് എന്നുള്ളതാണ്. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലാകാൻ പോകുന്ന ദൃശ്യങ്ങളാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ദൃശ്യങ്ങൾ എന്നുള്ളത്. സമാനമായ രീതിയിൽ തന്നെ എല്ലാ പൂരത്തിനെ പോലെ തന്നെ വലിയ ഒരു ആവേശം, ഒരു ആരവം
നമുക്ക് ഈ ഒരു പൂരത്തിലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വന്നപ്പോൾ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. സമാനമായി തന്നെ ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിലും ആളുകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട ചടങ്ങാണ് മഠത്തിൽ വരവ് എന്നുള്ളത്. ദേവിയെ മഠത്തിലേക്ക് എഴുന്നള്ളിച്ച ഈ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ ഉള്ള എഴുന്നള്ളിപ്പ് അത് പ്രധാനപ്പെട്ട ചടങ്ങാണ്. തീർച്ചയായും ആ ഒരു സമയത്ത്